വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്, അതിൻ്റെ നോട്ടാണിത്. ഇത് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, ലാർജസ്റ്റും സ്മാളസ്റ്റും കേട്ടോ. നല്ലതുപോലെ ഇത് നമ്മൾ ഒന്നാമത്തെ ലിങ്കിൽ പറഞ്ഞതാണ് കേട്ടോ. നല്ലതുപോലെ നോക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ അകത്തിലെ ഒന്നാമത്തെ നമ്മൾ ചെയ്യാനുള്ള വർക്കുകൾ, ഹോംവർക്ക് അല്ലേ, നോക്കിക്കേ. ഈ നമ്പറുകൾ എന്ന് വെച്ചാൽ അടുത്ത നമ്പർ ഏതാണെന്ന് ഞാനത് പറഞ്ഞതാണ്. നല്ലതുപോലെ അറിയണം, ചാടി കയറി എഴുതരുത്. ഇങ്ങനെ എഴുതിയിട്ടേ എപ്പോഴും ഇവിടെ എഴുതാവും കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ അതിനകത്തിലെ ഇല്ല റൈസിനെ കുറിച്ച് അല്ലേ, വെറൈറ്റി ഓഫ് റൈസ്. അങ്ങനെയാണെങ്കിൽ 3 വെറൈറ്റി ഓഫ് റൈസിൻ്റെ എങ്ങനെയാണെന്നും അത് നമ്മൾ എടുത്തതാണ്. അതിൻ്റെ ആൻസർ നമുക്ക് 1,09,500 കിട്ടിയത്. പിന്നെ ഫിഗർ ഇൻ ഔട്ട് എന്ന് പറയുന്നതിൻ്റെ സെൻസസിൻ്റെ അല്ലേ, പോപ്പുലേഷൻ എവിടുത്തെയാ, ചിന്താമണി അല്ലേ, അവിടുത്തെ പോപ്പുലേഷനെ കുറിച്ച് അതിൻ്റെ 25,000 എവിടെ 2011 സെൻസസിൽ 25,000 വന്നായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് 2024 സെൻസസ് അനുസരിച്ച് 6,000 വന്നു കേട്ടോ. ആൻസറാണ് ഇത്, നമ്മളതൊക്കെ പറഞ്ഞതാണ്. പിന്നെ 2011 അപേക്ഷിച്ച് 2024 എത്രയാണ് മാറ്റം ഉണ്ടായത്, എത്രയാണ് കൂടുതലുണ്ടായത്, ഇൻക്രീസ് ചെയ്തത്? ഒരു 31,000 അവിടെ കൂടുതലുണ്ടായത്. അത് നമ്മൾ എഴുതിയതാണ്. പിന്നെ നമ്മൾ നമ്പർ നെയിം എഴുതാൻ അറിയണമെന്നായിരുന്നു. നമ്പർ നെയിം നല്ലതുപോലെ പഠിക്കണം. നമ്പർ നെയിം എഴുതുമ്പോൾ എപ്പോഴും ചാടി കയറി ഇപ്പോൾ 1 lakh എന്ന് വെച്ചാൽ 1 ഇടുക, 23 എന്ന് വെച്ചാൽ 23 അതിൻ്റെ കൂടെ എഴുതുക. അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഇങ്ങനെ എഴുതിയിട്ടേ എഴുതാവൂ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ 4 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എഴുതി വെക്കും. 7,000 എന്ന് വെച്ചാൽ 7 എഴുതി വെക്കും. 700 എന്ന് വെച്ചാൽ വീണ്ടും 7 എഴുതി വെക്കും. ആൻഡ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എഴുതി വെക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം. നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത്. എന്താ, ഇങ്ങനെ എഴുതിയിട്ട് 4 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 lakh എന്ന് തന്നെ എഴുതുക. പ്ലസ് 7,000 എന്ന് വെച്ചാൽ 7,000. കണ്ടോ, എവിടാണെന്നറിയാം, 1s 10s 100 1000 എപ്പോഴും ലെഫ്റ്റിലോട്ട് ചെല്ലി എഴുതി നോക്കണം. 7 1s 10s 100 700 4 കണ്ടോ. അപ്പോൾ നമുക്ക് 4 lakh വരും കേട്ടോ. 1s 10s 100 1000 10,000 lakh 4 lakh 7,000 700 4 എന്ന് കണ്ടോ. അങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതി തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. അപ്പോൾ നോക്കൂ നിങ്ങളെ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീറ്റിംഗ് എ ഫീൽ ഓഫ് ലാർജ് നമ്പേഴ്സ്. നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നോക്കണേ, അങ്ങനെ ഒരെണ്ണം ഹെഡിങ്, നീല ഹെഡിങ്. യു മേ ഹാവ് കം അക്രോസ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻ നോക്കണേ. ദ വേൾഡ് ടാലസ്റ്റ് സ്റ്റാറ്റ്യൂ ഇൻ ദ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഇൻ ഗുജറാത്ത് ഡിപ്പിക്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് എബൌട്ട് 180 meter. കുഞ്ചിക്കൽ വാട്ടർഫാൾ ഇൻ കർണാടക ഈസ് സെഡ് ടു ബി ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ് ഓഫ് എബൌട്ട് 450, അതായത് 450 meter. ഇറ്റ് ഈസ് നോട്ട് always easy to get a sense of how big these measurements are, but we can get a better sense of their size when we compare them with something familiar. Let us see an example. ഇവിടെ ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കാവും നിങ്ങളെ. ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി? അതായത് പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് കുഞ്ഞുങ്ങളെ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമയാണ്, നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടത്, പ്രതിമയാണ് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. ഇതിൻ്റെ ഉയരം കൊടുത്തിരിക്കുന്നത് 180 മീറ്ററാണ്. ഇതിൻ്റെ ഉയരം എത്ര നിങ്ങളെ? 180 മീറ്ററാണ്. കർണാടകയിലെ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടവും ഏകദേശം 450 മീറ്റർ ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്നു. 450 മീറ്റർ ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്നു. ഈ അളവുകൾ നമുക്ക് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല അല്ലേ. നമുക്കറിയാൻ പറ്റുന്നുണ്ടോ അത് കറക്റ്റായി? നമുക്കൊരു മെഷർ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമുക്ക് അതുമായിട്ട് പരിചയമായിട്ട് ഒന്നുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അവയുടെ എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം നോക്ക്, ഞാൻ പറയാം. ആ പടം കണ്ടോ നിങ്ങളെ? കണ്ടല്ലോ. അവിടെ സോമു എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലേ. അതായത് നോക്കിക്കേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ റൈറ്റ്. സോമു ഈസ് 1 meter tall. If each floor is about 4 times his height, what is the approximate height of the building എന്നാണ് നമ്മുടെ ചോദ്യം.
എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ നമ്മുടെ സോമുവിൻ്റെ നീളം 1 മീറ്ററാണ് പറയുന്നത്. ഇത് പറയുന്ന ആ പടത്തിനകത്തിൽ ഏറ്റവും മണ്ടക്കലത്തെ ആ ബോക്സിനകത്തിൽ നമ്മുടെ സോമുവിനെ കാണാം. നിങ്ങൾ ആ പടം നോക്കിയേ, ആ ബിൽഡിങ് 10 കട്ട പോലെ കൊടുത്തേക്കുന്ന കണ്ടോ കുഞ്ഞുങ്ങളെ. നമുക്ക് ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. 10 കട്ടകളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 10. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ആ ബോക്സിനകത്തിൽ നമ്മുടെ സോമു നിപ്പുണ്ട്. സോമുവിന് 1 മീറ്റർ ഉയരമാണ്. ഇപ്പം പിടികിട്ടിയോ? ഈ ഓരോ നിലയും ഇപ്പോൾ ഫസ്റ്റ് സോമു നിൽക്കുന്ന നില സോമുവിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ളതാണ്. സോമു നിൽക്കുന്നതിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ളതാണ് ആ ഫസ്റ്റ് ബിൽഡിങ്. അതുപോലെ എത്ര എണ്ണം ഉണ്ട്? 10 ബിൽഡിംഗ് ഉണ്ട്. ഇപ്പം ചോദ്യം ഒന്നാമത്തെ പിടി കിട്ടിയോ? മനസ്സിലായോ നിങ്ങളെ? അതിൻ്റെ വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്യാം. കുഞ്ഞുങ്ങളെ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ റൈറ്റ്. സോമു ഈസ് 1 മീറ്റർ ടാൾ. നോക്കണേ, എന്നാൽ സോമുവിന് 1 മീറ്റർ ഉയരമാണ് പറയുന്നത്. ഇഫ് ഈച്ച് ഫ്ലോർ ഈസ് എബൌട്ട് 4 ടൈം ഹിസ് ഹൈറ്റ്. അവൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നീളത്തിൻ്റെ ഓരോ നിലയും 4 ഇരട്ടി, ഓരോന്നും കേട്ടോ 4 ഇരട്ടി, 4 ടൈംസ്, 4 മടങ്ങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇരട്ടിയാണ്. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അപ്രോക്സിമേറ്റ് ഹൈറ്റ് എന്തുവാണ് നമ്മളോട് ചോദിച്ചത്. ചോദ്യം കേട്ടോ, നിങ്ങളുടെ മുന്നിൽ ടെസ്റ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ കേട്ടോ. അതല്ലെങ്കിൽ അവിടെ സൈഡിലൊരു പടം കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പം സോമുവിൻ്റെ ഹൈറ്റ് നമുക്ക് പറഞ്ഞു 1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു വേർഡ് പ്രോബ്ലം തന്നാൽ ആദ്യം അതിൻ്റെ സ്റ്റെപ്പ് എഴുതാൻ അറിയണം. നമുക്ക് വേർഡ് പ്രോബ്ലം ആണിത്. അപ്പം ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ, ഓരോ ഫ്ലോറും എത്ര? അവരെക്കാൾ 4 മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, 4 ടൈംസ്. അപ്പം 1 × 4 4 മീറ്റർ. ഇത്ര ഓക്കെ ആണോ നിങ്ങളെ? സോമുവിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണ് നമ്മുടെ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ, ഓരോ ഫ്ലോറും 4 ടൈംസ് ഹിസ് ഹൈറ്റ്, അവൻ്റെ ഹൈറ്റിനേക്കാൾ 4 മടങ്ങ്, അപ്പോൾ 4 മീറ്റർ. നമ്പർ ഓഫ് ഫ്ലോർ ഇൻ ദ ബിൽഡിങ് മൊത്തം 10 എണ്ണം ഉണ്ട്. നിങ്ങളൊന്ന് എണ്ണണേ, ബിൽഡിങ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ സോമു നിൽക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്, അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എങ്ങനെ അറിയാൻ പറയും? ഒരു ഇതെന്ന് പറയുന്നത് 4 എണ്ണമാണ്, 4 മീറ്ററാണെന്നാണ് പറയുന്നത് ഒരു ബിൽഡിങ് കേട്ടോ. ഇത് 4 മീറ്ററാന്ന് പറഞ്ഞെങ്കിൽ ഇത് ഫുള്ള് എത്ര വരും കുഞ്ഞുങ്ങളെ? ഇത് ഫുള്ള് 10 എണ്ണം ഇല്ലേ? അപ്പം 4 × 10 40. അപ്രോക്സിമേറ്റ് ഹൈറ്റ് 40 ആണെന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പം മനസ്സിലായോ അവിടെ കൊടുത്തേക്കുന്ന ബോക്സിൻ്റെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാമത്തെ ചോദിച്ചേക്കുന്നത്, നിങ്ങളുടെ ആ ടെസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ. വിച്ച് ഈസ് ടാളർ, ദ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഓർ ദിസ് ബിൽഡിങ്? ഹൗ മച്ച് ടാളർ? സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 180 മീറ്റർ ആണെന്ന്. ദ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഹൈറ്റ് ഓഫ് സോമൂസ് ബിൽഡിങ്, ഈ സോമുവിൻ്റെ ബിൽഡിംഗ് എത്ര ആണെന്നും നമുക്കിപ്പോൾ കിട്ടിയ എത്ര? സോമുവിൻ്റെ ബിൽഡിംഗ് മൊത്തത്തിലുള്ള നീളം 40 മീറ്റർ ആണെന്ന് അതും തന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ അവ തങ്ങളിലുള്ള ഹൗ മച്ച് ടാളർ, ഏതാണ് വലുതെന്ന്? ഹൗ മച്ച് ടാളർ എങ്ങനെ അറിയാൻ പറ്റും? ഡിഫറൻസ് 180 മീറ്ററാണ് നമ്മുടെ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റിയും സോമുവിൻ്റെ ബിൽഡിംഗ് 40 മീറ്ററേ ഉള്ളൂ അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ അതിനകത്ത് വലുതെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി 180 മീറ്റർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം സോമുവിൻ്റെ ബിൽഡിങ് 40 മീറ്റർ ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വലുതാരായിരിക്കും? നമ്മുടെ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ആണ്. എത്ര കൂടുതലാണ്? എത്ര? 180 ആണ് യൂണിറ്റി, ബിൽഡിങ് 40 അപ്പം മൊത്തം 180 40 പോയാൽ 180 40 പോയാൽ 140 മീറ്റർ ആണ്. അപ്പം 140, അതായത് 140, ദ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഈസ് 140 മീറ്റർ ടാളർ ദാൻ ദ ബിൽഡിങ് അല്ലേ. ബിൽഡിങ്ങിനേക്കാൾ 140 മീറ്റർ വലുതാണ് നമ്മുടെ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി. ഇപ്പം മനസ്സിലായോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെപ്പ് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതണേ സ്റ്റെപ്പ് കേട്ടോ. അടുത്തത് 6ാമത്തെ, ഇത് സ്റ്റെപ്പായിട്ട് ഓരോന്നും കൊടുത്തിരിക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, ഹൗ മച്ച് ടാളർ ഈസ് ദ നമ്മുടെ കുഞ്ചിക്കൽ വാട്ടർഫാൾ ദാൻ സോമൂസ് ബിൽഡിങ്? നമ്മൾ ഓരോന്നും ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ കുഞ്ചിക്കൽ വാട്ടർഫാൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 450 മീറ്റർ ആണ്. നമ്മളിപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ട് വരിക, ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചോദ്യത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇപ്പോൾ ഓരോന്നിൻ്റെ ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം നമുക്ക് കിട്ടി 40 മീറ്റർ.
അല്ലേ? പിന്നെ നമ്മളിപ്പോൾ കിട്ടി ആരുടെ ആണ്, നമ്മുടെ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ആണോ വലുത് അതോ സോമൂസിൻ്റെ ബിൽഡിംഗ് ആണോ വലുതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, നമുക്ക് കാണുമ്പോഴേ അറിയാം അത് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ആണ് വലുതെന്ന്. 140 മീറ്റർ വലുതാണെന്ന് കേട്ടോ. ഓക്കെ, അതും കിട്ടി. അടുത്ത ചോദിച്ചത് ഈ കുഞ്ചിക്കൽ വാട്ടർഫാള് ദാൻ സോമൂസ് ബിൽഡിംഗ്. നോക്കിക്കേ, ഇവിടെ ഹൈറ്റ് ഓഫ് ദ കുഞ്ചിക്കൽ വാട്ടർഫാൾ 450 മീറ്റർ ഉണ്ട്. ഹൈറ്റ് ഓഫ് ദ സോമൂസ് ബിൽഡിംഗ് ഇപ്പം നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് രണ്ടിലും ഏതാ, അത് രണ്ടും കൂടെയുള്ള ഡിഫറൻസ് നോക്കിയാൽ പോരെ, എത്രയാ, 450 മൈനസ് 40, 450 മൈനസ് 40 ആയപ്പോൾ 410 മീറ്റർ. അതായത് കുഞ്ചിക്കൽ വാട്ടർഫാൾ ഈസ് 410 410 അല്ലേ, 410 മീറ്റർ ടാളർ ദാൻ സോമൂസ് ബിൽഡിങ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് സോമൂസിൻ്റെ ബിൽഡിങ് 40 മീറ്ററേ ഉള്ളൂ, പക്ഷേ കുഞ്ചിക്കൽ വാട്ടർഫാളോ 450 മീറ്റർ. അപ്പോഴേ നമുക്കറിയാം, കാണുമ്പോഴേ കേൾക്കുമ്പോഴേ അറിയാം ഏതാ വലുത്, കുഞ്ചിക്കൽ വാട്ടർഫാളാണ്. എത്ര കൂടുതലാണ്, 410. സോമൂസിൻ്റെ ബിൽഡിങ്ങിനേക്കാൾ 410 മീറ്റർ കൂടുതലാണ് നമ്മുടെ കുഞ്ചിക്കൽ വാട്ടർഫാൾ കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ എഴുതണം. ദ കുഞ്ചിക്കൽ വാട്ടർഫാൾ ഈസ് 410 മീറ്റർ ടാളർ ദാൻ ദ സോമൂസ് ബിൽഡിംഗ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? എഴുതാൻ പറ്റണേ, ഇതുപോലെ തന്നെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഇനി അടുത്ത, ഹൗ മെനി ഫ്ലോർ ഷുഡ് സോമൂസ് ബിൽഡിംഗ് ഹാവ് ടു ബി ആസ് ഹൈ ആസ് ദ വാട്ടർഫാൾ. നമുക്ക് ഹൈറ്റ് ഓഫ് ദ കുഞ്ചിക്കൽ വാട്ടർഫാൾ 450 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫ്ലോർ എന്ന് വെച്ചാൽ 4 മീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞു. ഒരു ഫ്ലോറ് ഈ നമ്മുടെ സോമുവിൻ്റെ നീളത്തിൻ്റെ 4 മടങ്ങാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്ത് നമുക്ക് അതും കിട്ടിയതാണ്. മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ 450 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ഒരു ഫ്ലോർ എന്ന് വെച്ചാൽ 4 മീറ്ററേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് ഫ്ലോർ അല്ലേ, ഫ്ലോറുകളുടെ എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ എത്ര ഫ്ലോർ വേണം, നമുക്കിനി എത്ര ഫ്ലോർ കൂടെ വേണം അവിടെ വരെ എത്തണം, കുഞ്ചിക്കൽ വാട്ടർഫാൾ വരെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ഫ്ലോർ കൂടെ വേണം എന്നറിയണമെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും, 450നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 112.5 നമുക്ക് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നിങ്ങൾ കേട്ടോ. 450നെ 450യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കേട്ടോ 112.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 112.5 എന്ന് പറയുന്നത് നമ്മളൊരു അപ്രോക്സിമേറ്റ് എടുക്കുമ്പോൾ 113 ഫ്ലോറിന്ന് മൊത്തം 113 നിലകൾ അല്ലേ. സോമൂസ് ബിൽഡിംഗ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 112.5. അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് 113 എടുത്തേക്കുക. ഫ്ലോർ ടു ബി ആസ് ഹൈ ആസ് എ വാട്ടർഫാൾ. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കുഞ്ചിക്കൽ വാട്ടർഫാൾ 450 മീറ്ററിന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് 4 മീറ്റർ ആണെന്ന് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 112 അല്ലേ, 112.5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ, പറ്റുമോ? അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് ഒന്നുകിൽ 112 അല്ലെ 113 എന്നുള്ളത് 0.5 അല്ലേ, 0.5 ആകുമ്പോൾ നമുക്ക് 113 എടുത്ത് ചെയ്യാവുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഇനി 113 നിലയുണ്ടെങ്കിൽ നമുക്ക് കുഞ്ചിക്കൽ വാട്ടർഫാളിൻ്റെ അവിടെ നമുക്ക് സോമൂസ് ബിൽഡിങ് പറ്റുമോ കേട്ടോ. ഹൗ മെനി ഫ്ലോർ, എത്ര ഫ്ലോറ് വരുവന്ന, എത്ര ഫ്ലോറുകൾ ഷുഡ് സോമൂസ് ബിൽഡിംഗ് ഹാവ് ടു ബി ആസ് ഹൈ ഇൻ ദ വാട്ടർഫാൾ. ഓരോന്നിൻ്റെയും നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് ഇവിടെ നോക്കിയാൽ മതി. അടുത്ത നമ്മുടെ നോക്കൂ നിങ്ങൾ, റൈറ്റ് ദ ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ ഇൻ വേർഡ്സ്. ഇത് ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്. നമുക്ക് നമ്പർ തരുമ്പോൾ കണ്ടോ, ഇത് 1s 10s, ഇത് അടുത്ത റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ ഇൻ വേർഡ്സിൽ എഴുതാനാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സിൽ എഴുതാൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയും നോക്കിയേ, 1s 10s 100, 1000 10,000 ലാക്ക്. എത്ര ലാക്ക്, 3 ലാക്ക് അല്ലേ, 3 ലാക്ക് 600. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ സിസ്റ്റം എഴുതുമ്പോൾ 3 നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്കിൽ തന്നെ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങളത് കയറി നമ്മുടെ ചാനലിനകത്തിൽ അത് ഇട്ടിട്ടുണ്ട്, അത് കയറി കാണാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും എന്നും പറഞ്ഞ് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കോമ വരുന്നതൊക്കെയാണ് 3 2. അപ്പോൾ ഇവിടെയൊക്കെ 1s 10s 100, 1000 10,000 ലാക്ക്, 5 ലാക്ക് 4,085. ഇവിടെ അതുപോലെ തന്നെ 27 ലാക്ക് 30,000. 1000 ഇവിടെ ഒന്നുമില്ല. അടുത്ത 70 ലാക്ക് 53,000. എത്ര, 138. ഇതൊക്കെ നല്ലതുപോലെ നോക്കണം. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത പേജ് നമ്പർ 5 ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നോക്കി. അത് നമുക്ക് നെയിം തന്നിട്ട് നമ്മൾ അതിനെ ന്യൂമറിക്കൽ
അല്ലേ എഴുതണം. 1,23,456. ഞാൻ ഈ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാടി കയറി നമ്മൾ 1 lakh എന്ന് വെച്ചാൽ 1 എഴുതുക, 23 എന്ന് പറയുമ്പോൾ 23 എഴുതുക, 400 എന്ന് വെച്ചാൽ 4 എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കരുത്. അതായത് ഇങ്ങനെ തന്നെ എഴുതി നിങ്ങൾ എപ്പോഴും എഴുതണം കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിൻ്റേതായ രീതിയിൽ എഴുതാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ 6, 5, ഇതിൻ്റെ 4, ഇതിൻ്റെ 3, 2, 1 കണ്ടോ. അതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ നോക്കൂ. 4 lakh എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 4, 7,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് 7, 700 എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് 7 ഇട്ട് വെക്കും. അതിൻ്റെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്തുവാന്ന്. 4 lakh എന്ന് ആദ്യം എഴുതുക കണ്ടോ, 4 lakh. പിന്നെ 7,000, 1s, 10s, 100, 1000, 7,000 ഇങ്ങനെ എപ്പോഴും എഴുതാവും. പിന്നെ 700, 1s, 10s, 100, 700. പിന്നെ 4 and 4 കണ്ടോ, ആദ്യമേ 4, പിന്നെ കണ്ടോ ഇവിടെ ഒരു 0 കണ്ടോ, 0 അവിടെ ഒന്നുമില്ല 0, പിന്നെ 7, പിന്നെ 7, പിന്നെ ഇവിടെ ഒരു 0, പിന്നെ 4. അല്ലാതെ നമ്മൾ എഴുതിയാൽ ഇങ്ങനെ ഇടയ്ക്ക് 0 വരത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചാടിക്കേറി എഴുതരുത്, ആലോചിച്ച് എഴുതണം. 50 lakh, 5,000 and 50. 50 lakh 50 ലക്ഷം കണ്ടോ, 50 lakh 50 ലക്ഷം എന്ന് തന്നെ എഴുതണം. അതിൻ്റെ 5,000, 1s, 10s, 100, 1000. 5,000 എന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെ വരുമെന്ന് നോക്കിക്കോണം. 5,000, 50, 1s, 10s, 50 കണ്ടോ, കൂട്ടുമ്പോൾ 0, 5, 0, 5, 0, 0, 5, 550 കണ്ടോ, 5,05,050, 5 lakh കേട്ടോ, അല്ല സോറി 50, 50 ലക്ഷം അല്ലേ, 50 lakh 5,000, 50 വരും കേട്ടോ. അടുത്ത 10 lakh 200 and 35. 10 lakh എന്ന് ആദ്യം എഴുതുക. 1s, 10s, 100, 1000, 10,000, lakh 10 lakh. 10 lakh 200 നോക്ക്, 1s, 10s, 100, 200 and 35 കണ്ടോ. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചെങ്കിലേ കറക്റ്റ് കിട്ടത്തുള്ളൂ, അല്ലാത്തതെല്ലാം തെറ്റും. കാരണം കുറേ കുട്ടികളുടെ നമ്മൾ കാണുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത് തെറ്റരുത്, ഇങ്ങനെ എഴുതി തന്നെ ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ശരിയാവും കേട്ടോ. അടുത്തത് ലാൻഡ് ഓഫ് ടൺസ് എന്ന് പറയുന്ന നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ടോ നിങ്ങളെ, ലാൻഡ് ഓഫ് ടെൻസ്. അതിനകത്തിൽ ഒരു കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാൽക്കുലേറ്ററിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കിട്ടിയവർ നോക്കൂ കുഞ്ഞിനെ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കണേ. ഒരു കാൽക്കുലേറ്ററിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാൽക്കുലേറ്ററിൽ 1000ൻ്റെ ബട്ടണാണ് നമ്മൾ ഞെക്കേണ്ടത്. 1000ൻ്റെയാണിത് കേട്ടോ. അപ്പം 3,000, 3000 അല്ലെ 3,000 എന്ന് വെച്ചാൽ ഇതിനകത്തിൽ എത്ര വട്ടം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും? 3 വട്ടം. 1000 അല്ലേ, 1000 എന്ന് വെച്ചാൽ എന്താ, 1 വട്ടം ആകുമ്പോൾ 1000, 2 വട്ടം അടിച്ചപ്പം 2000, 3 വട്ടം ആയപ്പം 3000. ഇപ്പം പിടികിട്ടിയോ? അപ്പം 3 ടൈം എടുത്തപ്പോഴാണ് എന്ത് വന്നത്, 3,000 വന്നത്. അങ്ങനെയാണെങ്കിൽ 10,000 എന്ന് വെച്ചാൽ നമ്മൾ എത്ര വട്ടം ചെയ്യുമെന്ന്. 3000, 3,000 എന്ന് വെച്ചാൽ 3 ടൈം ആകുമ്പോൾ 10,000 എന്ന് വെച്ചാൽ 10 ടൈംസ് അല്ലേ, 10 വട്ടം ചെയ്തപ്പോഴാണ്. അങ്ങനെയെങ്കിൽ 53,000, 53,000, 53,000 എന്ന് വെച്ചാൽ 53 ടൈംസ്. ഇതിപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് 2 മാർക്കിലൊക്കെ ചോദിക്കുമ്പോഴാണ് കേട്ടോ. 90,000 ആകുമ്പം 90 ടൈംസ്. 1 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആവും? ഞങ്ങൾ 5 പൂജ്യമുണ്ട് 1 lakhന് അല്ലേ. 1 lakhനകത്തിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. 1 lakhൽ എത്ര 1000 പറ്റുമെന്ന്. 1000ന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണേ. 1, 2, 3 പൂജ്യം ഉണ്ട് അല്ലേ. 1000നകത്തിൽ 3 പൂജ്യം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി, 100. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുക, ഇപ്പം 10,000ത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? 10,000ലും 1000, 1, 2, 1000നും 3 പൂജ്യമാണ് അല്ലേ. 1000നും 3 പൂജ്യമാണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 10. അപ്പോൾ അങ്ങനെ ആ ക്ലൂ വെച്ചങ്ങ് പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 153 ടൈംസ് അല്ലേ. 100 ടൈംസ് എന്ന് വെച്ചാൽ 1 lakh വന്നു. 90 ടൈംസ് എന്ന് വെച്ചാൽ 90,000 വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം 153 ടൈംസ് എന്ന് വെച്ചാലോ അതിൻ്റെ കൂടെ 2, 3 പൂജ്യം കൂടി ഇട്ടു. കാരണം എല്ലാം എന്താ 153 വട്ടം നമ്മളിങ്ങനെ അടിക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ എന്താ നമുക്ക് അതിൻ്റെ 1000ൻ്റെ അല്ലേ കുഞ്ഞുങ്ങളെ, അതിൻ്റെ കൂടെ 3 പൂജ്യവും കൂടെ വരും അല്ലേ. മനസ്സിലാവുന്നുണ്ട്? 1000 ആയതുകൊണ്ട് 3 പൂജ്യം. ഹൗ മെനി 1000 ആർ റിക്വയർഡ് ടു മേക്ക് 1 lakh? ഹൗ മെനി 1000?
ഹൗ മെനി തൗസൻഡ് ആർ റിക്വയർഡ് ടു മേക്ക് 1 lakh. നോക്കൂ നിങ്ങളെ 1 lakhൽ എത്ര തൗസൻഡാ? മുമ്പ് നമ്മൾ പറഞ്ഞ 1 lakh എന്ന് വെച്ചാൽ 5 പൂജ്യമാണ് അല്ലേ? ഹൗ മെനി തൗസൻഡ് എന്ന് വെച്ചാൽ എത്ര? 3 പൂജ്യം അല്ലേ? ഹൗ മെനി തൗസൻഡ് അല്ലേ? തൗസൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പൂജ്യമാണ്. ആ 3 പൂജ്യം അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഇതിൽ നിന്ന് 3 പൂജ്യം 1 2 3 1 2 3 100 കേട്ടോ. 100 ടൈംസ് 100,000 അല്ല 100 ടൈംസ് 100 ഇൻറ്റു 1000 ആണ് 1 lakh കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞ രീതി വെച്ച് ചെയ്താൽ മതി. നിങ്ങൾ എത്ര പൂജ്യം ഉണ്ടോ അത്രയും 3 ആയതുകൊണ്ട് 3 പൂജ്യം 100 ടൈംസ്. ഇനി 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ പറഞ്ഞ രീതി ഇനി ഇതെല്ലാം നമ്മൾ 1000ൻ്റെ കാൽക്കുലേറ്ററിലാണ് ഇപ്പോൾ ഈ ചെയ്തത്. 1000 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക 10ൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഞെക്കുമ്പോൾ 10, രണ്ടാമത് ഞെക്കുമ്പോൾ വീണ്ടും 10, അപ്പം 20, വീണ്ടും ഒന്ന് ഞെക്കുമ്പോൾ 30. അങ്ങനെയുള്ള കാൽക്കുലേറ്ററിൽ 500 എന്ന് പറയുന്നത് എത്ര വട്ടം നമ്മൾ ഞെക്കണമെന്ന്, എത്ര വട്ടം അടിക്കണം? 500 50 വട്ടം ഞെക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 1 ആയപ്പോൾ 10, 2 ആയപ്പോൾ 20, 3 ആയപ്പോൾ 30. അപ്പോൾ 50 വട്ടം ആകുമ്പം എന്താ? 500. 500 മനസ്സിലായോ? 780 78 വട്ടം. കാരണം ഇവിടെ ഈ ഒരു പൂജ്യം ക്ലൂ ഓർത്താൽ മതി. ഒരു പൂജ്യത്തിൻ്റെ ഇവിടെ എന്തുവാ 3 പൂജ്യത്തിലായിരുന്നു ഇപ്പം നമ്മൾ ചെയ്തതല്ല 3. ഇവിടെ ഒരു പൂജ്യം ആയതുകൊണ്ട് ഒരു പൂജ്യം. 780 ആയപ്പം 78 ടൈംസ്. 1000 ആയപ്പം ഒരു പൂജ്യം പോയാൽ 100 ടൈംസ്. 3700 3700 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജ്യം പോയാൽ 370. 10,000 എന്ന് വെച്ചാൽ ഒരു പൂജ്യം പോയാൽ 1000 ടൈംസ്. 1 lakh എന്ന് വെച്ചാൽ 5 പൂജ്യം ഉണ്ട്, അതിനൊന്ന് പോയാൽ 4 പൂജ്യം. 4 പൂജ്യം 10,000. ഇനി അങ്ങനെയാണെങ്കിൽ 435 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? അത് എത്ര ആയിരിക്കും? അപ്പോൾ തിരിച്ചു വരും അല്ലേ? എന്താ? 350 4350 കേട്ടോ. മനസ്സിലായോ? പിന്നെ 10ൻ്റെ ആണ് കാൽക്കുലേറ്റർ അല്ലേ? ഈ 10ൻ്റെ കാൽക്കുലേറ്റർ നിങ്ങളെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ? 10ൻ്റെ കാൽക്കുലേറ്ററിൽ നമ്മൾ 2 വട്ടം അടിക്കുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. 2 വട്ടം ആയപ്പോൾ നമുക്ക് 20 ആയി. 10ൻ്റെ കാൽക്കുലേറ്ററിൽ 5 വട്ടം ആയപ്പം 50 ആയി. 10ൻ്റെ കാൽക്കുലേറ്ററിൽ നമ്മൾ 10 വട്ടം ആയപ്പം 100 ആയി. ഈ ക്ലൂ ഓർത്താൽ മതി. 10ൻ്റെ കാൽക്കുലേറ്ററെ 50 വട്ടം നമ്മൾ അടിച്ചപ്പം എത്രയായി നിങ്ങൾ? 500 ആയി അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ സംഭവം അറിയാവുന്നവർക്ക്, അതായത് കാൽക്കുലേറ്റർ ഏതാണെന്ന് നോക്കുക. 10 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, 1000 ആണെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ രീതി ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ഇച്ചിരും കൂടി ഉണ്ടോ നിങ്ങളെ നോക്കിയേ? 400. ഇനി നമ്മൾ 100ൻ്റെ കാൽക്കുലേറ്ററാണ്. അപ്പോൾ 1000 ആദ്യം ചെയ്തു, 10 ചെയ്തു. ഇനി 100ൻ്റെ കാൽക്കുലേറ്റർ ആണെങ്കിൽ 400 അല്ലേ? 400 എന്ന് പറയുന്നതിന് നമ്മൾ 100ൻ്റെ കാൽക്കുലേറ്റർ എത്ര വട്ടം ചെയ്യണം? 100 ഒരു 100 ആയപ്പം 100 ആയി അല്ലേ? അടുത്ത 2 വട്ടമായപ്പം 2 100 വട്ടം ചെയ്തപ്പോൾ 200 ആയി. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 4 വട്ടമായപ്പം 4 ടൈം ആയപ്പം 400 ആയി. ഇപ്പം മുമ്പ് ചെയ്ത രീതി മനസ്സിലായോ? അപ്പം 4 ടൈംസ്. അങ്ങനെയാണെങ്കിൽ 3700 ആണെങ്കിലോ നിങ്ങളെ 37, അതായത് 2 പൂജ്യം. ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ 4ൻ്റെ കൂടെ 2 പൂജ്യം ഇട്ട് കൊടുത്തു, 2ൻ്റെ കൂടെ 2 പൂജ്യം ഇട്ട് കൊടുത്തു, 1ൻ്റെ കൂടെ 2, ഇത്രയേ ഉള്ളൂ. 2 പൂജ്യത്തിൻ്റെ ആണ് ഇത് ഇവിടെ അല്ലേ? ആ ക്ലൂ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ 2 പൂജ്യം അങ്ങ് മാറ്റിയാൽ പോരെ. 3700 3700 എന്ന് വെച്ചാൽ 37. കണ്ടോ? ഇതിനകത്ത് നിന്നെല്ലാം എന്ത് ചെയ്താൽ മതി? ഈ 2 പൂജ്യം അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ എളുപ്പം ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. 90,000 എന്ന് വെച്ചാൽ 900. 97,600 2 പൂജ്യം പോയി കഴിഞ്ഞാൽ 976. പിന്നെ 5 പൂജ്യം 1 lakh ആണെങ്കിൽ 2 പൂജ്യം പോയി കഴിഞ്ഞാൽ 1000 കേട്ടോ. അങ്ങനെ ആണെങ്കിൽ 582 ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താ? 100ൻ്റെ ആയതുകൊണ്ട് 2 പൂജ്യം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഹൗ മെനി 100 ആർ റിക്വയർഡ് ടു മേക്ക് 10,000? 10,000-നകത്തിലേ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളെ. ഇപ്പം 1000 എന്ന് പറയുക കേട്ടോ. 1000ൽ എത്ര ഒന്നെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു വട്ടമാണ് 1000. എത്ര 10 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ക്ലൂ അറിയാവുന്നവർക്ക് 100 × 10 1000 × 1, അതായത് ഇവിടെ 1000
അതിൽ നിന്നൊന്ന് കുറച്ച് ഇങ്ങോട്ടും ഒന്ന് കൂട്ടി ഇങ്ങോട്ടും. ഈ ക്ലൂ അറിയാവുന്നവർക്കും ചെയ്യാൻ പറ്റും. എത്ര ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൗ മെനി 100 ആർ റിക്വയർഡ് ടു മേക്ക് 10,000. 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പൂജ്യം വരും? 4 എണ്ണം. അതിനകത്തിൽ എത്ര 100? 100ന് എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അതങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 100. ഹൗ മെനി 100 ആർ റിക്വയർഡ് ടു മേക്ക് 1 lakh. 1 lakhന് മൊത്തം എത്ര പൂജ്യമാണ്? 5 പൂജ്യമാണ് അല്ലേ? 5 പൂജ്യത്തിൽ നിന്ന് എത്ര ഹൗ മെനി 100 ആണ് പോകേണ്ടത്? 100ന് 2 പൂജ്യം പോയി കഴിഞ്ഞാൽ ബാക്കി 1000. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ക്ലൂ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണ്ടേ നിങ്ങൾ ഇതെല്ലാം എളുപ്പ വഴിയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ ഇത് എളുപ്പം ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ നിങ്ങളെ താങ്ക് യു.